പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവജനമേ, യേശുക്രിസ്തുവിൻ്റെ അനന്തമായ സ്നേഹം വിശുദ്ധ ഔസേപ്പിതാവിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ ദിവസങ്ങളാണ് വണക്കമാസം. വണക്കമാസത്തിൻ്റെ 20-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ സ്വർഗപിതാവിൻ്റെ വലിയ കൃപ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഔസേപ്പിതാവിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഔസേപ്പിതാവ് ആരെയും വിധിക്കാറില്ല. മത്തായി സുവിശേഷം 7-ാം അധ്യായം 1-ാം തിരുവചനം പറയും, നിങ്ങൾ വിധിക്കല്ലേ, നിങ്ങളും വിധിക്കപ്പെടും. ഈ ചെറിയവരിൽ ഒരുവനെപ്പോലും നിങ്ങൾ നിന്ദിക്കരുത് എന്നാണ് മത്തായി സുവിശേഷകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. വിധിക്കരുത്. ഔസേപ്പിതാവ് ആരെയും വിധിക്കുന്നില്ല. അത് സ്വർഗത്തിൽ നിന്ന് ഔസേപ്പിതാവിന് കൊടുത്ത ഒരു വലിയ കൃപയാണ്. പ്രത്യേകിച്ച് ഒരു കുടുംബനാഥൻ തൻ്റെ കുടുംബത്തിൽ മക്കളെ ഭാര്യയൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരുമിച്ചായിരിക്കുമ്പോൾ മറ്റാരെയും വിധിക്കാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. ആ കുടുംബത്തിൽ തിന്മയുടെ സ്വാധീനം നിലനിൽക്കുകയില്ല. അങ്ങനെ വിധിക്കുന്നവരുടെ കുടുംബത്തിൽ തിന്മയുടെ സ്വാധീനം നിലനിൽക്കുകയും തിന്മകളാൽ അവർ അസ്വസ്ഥപ്പെടുകയും ചെയ്യുന്ന വലിയൊരു കൃപ, വലിയൊരു അസ്വസ്ഥത വന്നിരിക്കുക. അപ്പോൾ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ആ വലിയ കൃപ നമ്മളിലേക്ക് ചൊരിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മറ്റാരെയും വേദനിപ്പിക്കാതെ, മറ്റാരെയും വിധിക്കാതെ ദൈവത്തിൽ നിന്ന് ഒഴുകുന്ന വൻ കൃപ വഴി നമ്മൾ മുന്നേറുവാനുള്ള വൻ കൃപയ്ക്കായി വിശുദ്ധ ഔസേപ്പിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്കാരെയും വിധിക്കാതിരിക്കാൻ, ആരെയും മോശമായി ചിത്രീകരിക്കാതിരിക്കാനുള്ളൊരു വൻ കൃപ വിശുദ്ധ ഔസേപ്പിതാവെ എനിക്ക് വാങ്ങിത്തരണമേ. വിശുദ്ധ ഔസേപ്പിതാവിൽ നിന്ന് ഒഴുകുന്ന വൻ കൃപ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.